ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യങ്ങളെ കർത്താവ് നടത്തിച്ചു തരുന്നതിന് വേണ്ടി ഇന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ എല്ലാം അത് സാധിക്കുന്നതിന് മുൻപ് തന്നെ സാധിച്ചു എന്നതോർത്ത് നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഏത് കാര്യവും അസാധ്യമെന്ന് തോന്നുന്നോ അതിന്മേൽ ദൈവത്തെ സ്തുതിക്കുക. തീർച്ചയായും ആ കാര്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും. ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ദിവസമാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിൽ നിന്നും ഒരിക്കലും നാം മാറി നിൽക്കരുത്. ഏതവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുക. അത് വലിയ ഒരു അനുഗ്രഹങ്ങൾക്കുള്ള അവസരമാണ്. ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുന്ന ഓരോ അവസരങ്ങളെയും ഒട്ടും പോലും പാഴാക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കർത്താവ് നിങ്ങളുടെ മേൽ കരുണ തോന്നി നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരികയും ചെയ്യും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 117 1-2 വാക്യങ്ങൾ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തുതികൾ അർപ്പിക്കുന്നു. എൻ്റെ കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളെ കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ. ഇന്നുവരെ ഞങ്ങൾക്ക് സാധിക്കാതിരുന്ന ചില കാര്യങ്ങളുടെ മേൽ ഇന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണ തോന്നി അവിടുന്ന് തക്ക സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ കരുണ തോന്നണമേ, സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അത് സ്വീകരിക്കുവാനായി ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ, അനേക നാളായി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളുടെ മേൽ ഇന്ന് അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് മാത്രമേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാൻ. കർത്താവേ, ഇന്ന് എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഇടപെട്ട് വിജയവും മഹത്വവും നൽകി എല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരം ക്രമീകരിച്ചു തരണമേ. കർത്താവെ, ഞങ്ങൾക്കെതിരെയുള്ള സകല ദുഷ്ട ആരോപണങ്ങളിൽ നിന്നും ദുഷ്ടരുടെ എല്ലാ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി ഇന്ന് മോചിപ്പിക്കണമേ. ഞങ്ങൾക്കെതിരെ പറയുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിച്ച് ദൈവത്തിൻ്റെ നീതിയും ന്യായവും ഇന്ന് ഞങ്ങളിൽ നടപ്പിലാക്കി കർത്താവിൻ്റെ അവകാശം ഞങ്ങളിൽ സ്ഥാപിതമാകുന്നതിന് വേണ്ടി എന്നേക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ പൊതിയണമേ. എല്ലാ അപകട മേഖലകളിലും നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അപകട മേഖലകളിൽ കൂടി യാത്ര ചെയ്യുന്ന സമയം അങ്ങയുടെ ശക്തമായ ദൂതരെ അയച്ച് ഞങ്ങൾക്ക് മുൻപേ പോയി ഞങ്ങളുടെ പാതകളെ നിരപ്പാക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും മനസ്സമാധാനവും സന്തോഷവും വിജയത്തിൻ്റെയും സമയമാക്കണമേ. ഞങ്ങളുടെ എല്ലാ ജോലികളിലും ഇന്ന് ഉത്സാഹത്തോടെ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ കരുണ തോന്നണമേ. കർത്താവെ, അനേക വർഷങ്ങളായി രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ഇന്ന്
ഇന്ന് ദൈവത്തിൻ്റെ നീതി കാണുന്നതിന്, ദൈവത്തിൻ്റെ സൗഖ്യം അനുഭവിക്കുന്നതിന് ഇടവരുത്തണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട്, ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെട്ട്, ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെട്ട്, ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞങ്ങളെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. സക്കേവൂസിൻ്റെ ഭവനത്തിൽ വന്ന കർത്താവേ, ഇന്ന് നിന്റെ ഭവനത്തിന് രക്ഷയുണ്ടായി ഇന്ന് അരുളി ചെയ്ത കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും നന്മയുടെ അനുഭവങ്ങളാക്കി മാറ്റണമേ. എല്ലാം കൊണ്ടും വിജയവും മഹത്വവും ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഇന്നത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദിവസമാക്കി കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്നതിനുള്ള കൃപ നൽകി ഞങ്ങളുടെ യാത്രയിലെല്ലാം കൂടെയിരുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനെ ഓർത്തും കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളെ കാണുവാൻ, അടയാളങ്ങളെ ദർശിക്കുവാൻ കർത്താവ് നിങ്ങളുടെ കണ്ണുകളെ ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ ഇന്ന് അവിടുന്ന് സാധിച്ചു നൽകട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഓരോന്നായി ദൈവം സാധിച്ചു തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കരുണ തോന്നി നിങ്ങളുടെ യാത്രയിൽ സംരക്ഷണം നൽകി, നിങ്ങളുടെ ജോലിയിൽ വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.